വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സദ്യകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായ അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാ പച്ചക്കറികളും ചേർത്തുണ്ടാക്കുന്ന അവിയൽ എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഇത് ഹെൽത്തിയുമാണ്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, പടവലങ്ങ, മുരിങ്ങക്കായ, ചേനയും കിഴങ്ങും കൂടെ അരിഞ്ഞത്, പിന്നെ പച്ചമുളകും ചെറുള്ളിയും കൂടെ ചതച്ചത്, പച്ചക്കായ, വെള്ളരിക്കായും മാങ്ങയും, പിന്നെ സബോള, ആവശ്യത്തിനുള്ള കറിവേപ്പില, വെളുത്തുള്ളി, ഒരു തേങ്ങയുടെ തേങ്ങ ചിരകിയത്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കടായി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ചതച്ച് വെച്ച മുളകും ഉള്ളിയും കൂടെയും ഇട്ട് കൊടുക്കുക. പച്ചക്കറികളെല്ലാം ഇട്ട് കഴിയുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ചതച്ചു വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ അരയ്ക്കാതെയാണ് ചേർക്കുന്നത്. ഇങ്ങനെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പകുതി വേവാകുമ്പോഴാണ് ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ പൊട്ടിക്കേറിപ്പോവും. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടി ഞാൻ പച്ചമാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. മാങ്ങ ഇട്ട് അവിയൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ അവിയലിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കറി എടുക്കുമ്പോൾ നല്ല മണമായിരിക്കും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നാടൻ അവിയൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.